അവന്റെ നാമത്തിന്റെ മഹത്വം കീർത്തിപ്പിൻ, അവന്റെ സ്തുതി മഹത്വീകരിപ്പിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്ക് അനുഗ്രഹങ്ങൾക്കുമായ ദൈവമേ സ്തുതി. ദൈവമേ, ഞങ്ങളുടെ ആരാധന ദൈവപ്രസാദമുള്ളതായിരിക്കാൻ ഞങ്ങളുടെ ആദരങ്ങൾ ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളും ബലഹീനങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കണമേ. ഇന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ കൃപ വ്യാപരിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാണമേ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ക്രിസ്തീയ കീർത്തനങ്ങൾ 33-ാമത്തെ ഗീതം പാടി ദൈവത്തെ മഹത്വീകരിക്കാം. സോങ് നമ്പർ 33. ഇന്നത്തെ പാഠഭാഗമായി നിശ്ചയിച്ചിരിക്കുന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 15 മുതൽ 22 വരെ ഉള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ 37, 15 മുതൽ 22 വരെ. യഹോവയുടെ അരുളിപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതി വയ്ക്ക. പിന്നെ മറ്റൊരു കോലെടുത്ത് അതിന്മേൽ എബ്രയീമിൻ്റെ കോലായ യോസഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും എന്ന് എഴുതി വയ്ക്ക. പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക. അവ നിൻ്റെ കയ്യിൽ ഒന്നായിത്തീരും. ഇതിൻ്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കുകയില്ലയോ എന്ന് നിൻ്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എബ്രയീമിൻ്റെ കയ്യിലുള്ള യോസഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെയും എടുത്ത് അവരെ അവനോട് യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും. അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും. നീ എഴുതിയ കോലുകൾ അവർ കാണുക നിൻ്റെ കയ്യിൽ ഇരിക്കണം.
പിന്നെ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി 4 പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്തെ ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും. അവർ ഇനി 2 ജാതിയായിരിക്കുകയില്ല, 2 രാജ്യമായി പിരിയുകയുമില്ല. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന 2-ാം വേദഭാഗം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 1 John chapter 3 verses 1 to 12. കാൺമേൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണം എന്നല്ലോ ആകുന്നു. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുമുള്ളതാകൊണ്ടത്രേ. ഇവിടെ 1-2 വേദഭാഗങ്ങൾ അവസാനിക്കുന്നു. സഹായിക്കണമേ. ज्योति से परिपूर्ण प्रभु जी तेरी ज्योति से अंधकार में हम तेरे दायरे से ज्योति देखते हैं. स्वर्ग स्थापिता की जो किरण है, हम तो आज चमका दे. ശുഭ നിറഞ്ഞ പ്രാലയത്തിൽ വസിക്കും പരിശുദ്ധ ഞങ്ങളുടെ സമനം ചെയ്വാദിക്കും നയ്യോ വിളിക്കുന്നു നിൻ നാമത്തെ. മറിയാമെന്ന് ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മശിഹായേ,
ഞങ്ങളുടെ അനുഗ്രഹം ചൊരിയണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ രാജാവായ കർത്താവേ, ഞങ്ങൾ പോയിരുന്നു സ്വഭാവപ്രകാരമല്ലാത്തതും നിർവ്യാജ സകലമനുഷ്യജീവനെ രക്ഷിക്കാൻ വേണ്ടി വിശുദ്ധകന്യകയാകുന്ന ജനതരിച്ച് വേദകൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കുന്ന വിശുദ്ധാത്മത്തിലുള്ളവരും തന്റെ പിതാവിനോട് സഹായോടും കൂടെ തുല്യമായി ബന്ധിക്കപ്പെട്ട സ്ത്രീകളുമായ ഞങ്ങളുടെ മത്സ്യാതമ്പുരാനെ ഞങ്ങളുടെ എല്ലാവരുടെ മേലും കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ, പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മസ്യാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മസ്യാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മസ്യാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. Paulo
കർത്താവേ, ഈ സമയത്ത് തിരുസനയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്നേഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരുമായ പൗലോസ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടി ആചരിപ്പാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും സ്നേഹന്മാരുടെ സ്തുതി കർത്താവേ, ദുഷ്ടങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ അഭിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്തുതിയാകുന്ന ബലികളെ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തന്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധിയിൽ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പിൻ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ ദുരിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ കൃപ നൽകണമേ. നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങൾ എല്ലായ്പ്പോഴും യോഗ്യതരായി തീരുകയും ചെയ്യുമാറാകണമേ. ഓശോ കുൽസുമഹാലോൽമിൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന യോഹന്നാൻ ശ്ലീഹാ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായി നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. വിശുദ്ധ കന്യകമറിയാമെന്ന് ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ സമയത്ത് ഇപ്രകാരം താൻ പഠിപ്പിച്ചു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കുവാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും തമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുന്നു എന്നും ലോകം അറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവൻ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നിൻ
കേൾപ്പാൻ വിശ്വവെളിച്ചമാ സുവിശേഷം നീ തന്നതിനാൽ സ്തോത്രം. നിന്നറിയിപ്പിൻ ഉയർവചനം കേൾക്കയാൽ നിന്നെ മഹത്വീകരിപ്പാൻ പാരയ്ക്കുമാർ സ്തോമൻ കാലോ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയല്ല ഇപ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇല്ലായ്മ നമ്മെ സൃഷ്ടിക്കുകയും ഉണ്മയിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്ത ഉത്തമനും മഹോന്നതനും ഭാവദാസ് നമ്മെ വേണ്ടിയുള്ളതുകയും തന്റെ വിലയേറിയ രക്തത്താൽ പുത്രസ്വീകാരം നമ്മെ നിയമിക്കുകയും ചെയ്ത പ്രധാന ആചാര്യനുമായ മിശിഹാ തമ്പുരാനും ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്ന ഹോശോ വബകുൽ സുബ്ഹാനൽ മിൻ. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ മായസില്ലാതെയാക്കുന്നവനുമായ കർത്താവേ, സംഖ്യയില്ലാതൊന്നും പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസികളായ നിന്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ മായ്ച്ചു നല്ലവനെ ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും കശീശന്മാരെയും സുവിശേഷകരെയും വിശുദ്ധിയും മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സർവ്വവിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ ദേഹദേഹി ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകല ശിക്ഷകളും നിന്റെ കാരണത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചുകളണമേ. കർത്താവേ, നീ ഞങ്ങൾക്ക് പാവരിഹാരവും പാവരിഹാരകനും ആകുന്നല്ലോ. സമാധാനത്തിന്റെ മക്കൾക്കുള്ള നല്ല അവസാനത്തിന് ക്രിസ്തീയ പൂർണ്ണതയ്ക്ക് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചവനായ ഉത്തമടയനായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ നിന്റെ ദൈവീയ രഹസ്യങ്ങളുടെ ശുശ്രൂഷിക്കുന്ന യോഗ്യനാക്കി തീർക്കുക. മേലുള്ള ഉന്നതങ്ങളിൽ നിന്റെ ശ്രേഷ്ഠത്വത്തെ സ്തുതിക്കുന്ന റോബേന്മാരോടും നിനക്ക് ഗാദീശ് പാടുന്ന ശ്രാവ്യന്മാരോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് കൃപ നൽകുകയും ചെയ്തിരിക്കുന്നല്ലോ. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ സിംഹാസനം മുൻപാകെ ഞാൻ നിന്ന് നിന്റെ ജനത്തിന് പാവരിഹാരവും നിന്റെ സൃഷ്ടിക്കും മോചനവും യാചിക്കുന്നു. കർത്താവേ, ദൃഷ്ടി കാണും മുൻപാകെ നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നീ തുറന്നു കൊടുക്കണമേ. നിന്റെ ഇടവകയിലെ ആടുകളിന്മേ നിന്റെ നന്മകളെ നീ ചൊരിയണമേ. കടക്കാരുടെ കടച്ചിട്ട് നീ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന കൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്ന് നീ മായ്ച്ചു കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുൻപാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങളുടെ മുൻപാകെ വെക്കപ്പെട്ടിരിക്കുന്ന സ്തോത്രകാഴ്ചയുടെ അടുക്കലേക്ക് അടുത്ത് വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുർബാനകൾ പ്രസാദിച്ചവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അന്യായങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോഷണം ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും ഭാവികളുമായ നാം ആമേൻ എന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു.
പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു. ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്ന് ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചൊല്ലണം. സർവശക്തനായ ആകാശത്തിലെയും ഭൂമിയിലെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സത്യപിതാവിനോടേകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മാന്തരമാവനും മനുഷ്യരായ ഞങ്ങൾ രക്ഷിക്കും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിനുള്ള മാമോദീസ ഈ ആഴ്ചകളിൽ ജന്മദിനം ആഘോഷിക്കുന്നവരുടെ പേരുകൾ അറിയിക്കട്ടെ. സെപ്റ്റംബർ മാത്യു ജേക്കബ്, മറോദ സെക്ടർ. സജു സാമുവൽ, അയ്യപ്പ നഗർ. മോൻസി മാത്യു, ദുർഗ്. സജീവ് കോശി സാമുവൽ, പുടുക്കോ. 28 സെപ്റ്റംബർ ജിഷ അനു, ചെറോദ. വത്സമ്മ ജോസഫ്, ബോർസി. ജേക്കബ് മാത്യു, സെക്ടർ 2. 29 സെപ്റ്റംബർ ഷാജി ജോൺ, പുടുക്കോ. 30 സെപ്റ്റംബർ അന്നമ്മ യോഹന്നാൻ, പുടുക്കോ. ഡെനി മാത്യു, VIP നഗർ, റിസാലി. 1 ഒക്ടോബർ KV സാമുവേൽ, പത്മനാഭൂർ. സ്റ്റാലിൻ ജിൻസ് വർഗീസ്, റിസാലി. എലിസബത്ത് വർഗീസ്, പുടുക്കോ. റജി എബ്രഹാം, നെഹ്റു നഗർ. ഷാലറ്റ് ജോബിൻ, പുടുക്കോ. നിമിഷ ആർ മാത്യു, പത്മനാഭൂർ. 2 ഒക്ടോബർ കാരൽ മേരി വർഗീസ്, അയ്യപ്പ നഗർ. അന്നമ്മ തോമസ്, സെക്ടർ 6. എൽവിൻ ജിൻസ് വർഗീസ്, റിസാലി. ഡൈനി എലിസബത്ത് സാമുവേൽ, അയ്യപ്പ നഗർ. ആരോൺ കോശി എബ്രഹാം, മറോദ. ഈ ആഴ്ചകളിൽ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന സജു ജോർജ് ആൻഡ് സുമ മൈത്രി കുഞ്ഞ്, റിസാലി. 3 ഒക്ടോബർ ഡോക്ടർ തോമസ് ആൻഡ് ഡോക്ടർ ആശ, രാജനന്ദഗാവ്. ഈ ആഴ്ചകളിൽ ജന്മദിന വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും പ്രാർത്ഥനാപൂർവമായ ആശംസകൾ അറിയിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, എല്ലാ ദൈവിക അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായ ദൈവമേ സ്തുതി. നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേൽ കൂടി ഉണ്ടായിരുന്നു. ഓരോ ദിവസവും അതിശയം അത്ഭുതകരമായി അവിടുന്ന് വഴി നടത്തുന്നതിനായ ദൈവമേ സ്തുതി. കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവെ, നീ അവിടുന്ന് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ചല്ലോ.
ജീവിതത്തിൽ വഴി നടത്തിയ എല്ലാ അനുഭവങ്ങൾക്കും നന്മകൾക്കുമായ ദൈവമേ സ്തുതി. ജന്മദിന വിവാഹവാർഷികം ആഘോഷിക്കുന്ന പല ഭവനങ്ങളിലായിരുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളോട് കരുണ തോന്നണമേ. രോഗത്തിൽ നിന്ന് ശമനം ലഭിക്കാൻ തക്കണം നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാനും പ്രത്യാശയുള്ള ജീവിതം നയിപ്പാനും ഞങ്ങൾ ഓരോരുത്തരോടും സഹായിക്കുകയും വഴി നടത്തുകയും ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ക്രിസ്തീയ കീർത്തനങ്ങൾ 275 ഗീതം പാടുമ്പോൾ സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്നതാണ്. സോങ് നമ്പർ 275, അനുഗ്രഹത്തിൻ അധിപതി. അനുഗ്രഹത്തിൻ അധിപതിയേ, ആനന്ദ കൃപാ പെരുന്നതിയേ, അനുദിനം നിൻ പാദം ഗതിയേ, അടിയാനും കൃപമതിയേ, അനുദിനം നിൻ പാദം ഗതിയേ, അടിയാനും കൃപമതിയേ. നമുക്ക് സ്തോത്രം ചെയ്യാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായ ദൈവമേ സ്തുതി. കർത്താവേ, ഞങ്ങളിന്ന് അനുഭവിക്കുന്നതും ഞങ്ങളിന്ന് ആയിരിക്കുന്നതുമെല്ലാം അവിടുത്തെ കൃപയാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ ആയുസ്സും ഞങ്ങളുടെ ആരോഗ്യവും എല്ലാം അവിടുത്തെ ദാനമാകുന്നുവല്ലോ. നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള കർത്താവിന് വേണ്ടി സമർപ്പിപ്പാനും ഞങ്ങളുടെ ജീവൻ ദൈവത്തിന് പ്രസാദമുള്ള അനുഭവത്തിൽ ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. മാർത്തോമാ സഭയും CSI സഭയും തമ്മിൽ കമ്മ്യൂണിയൻ റിലേഷൻഷിപ്പാണ്. ഇന്ന് മാർത്തോമാ സഭയിൽ ആരാധനയിലെ CSI സഭയുടെ വാർഷിക ദിനമായിട്ട് ആചരിക്കുന്ന, അതിനെ ഓർക്കുകയും സ്മരിക്കുകയും അതിനെ ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാവുന്നു. ഇന്നത്തെ നമ്മുടെ ആരാധനയിൽ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട റവറൻ സാംജി സാം അച്ഛനാണ്. ബഹുമാനപ്പെട്ട സാംജി സാം അച്ഛൻ ഇപ്പോൾ CSI മുണ്ടിയപ്പള്ളി ഇടവകയിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ സ്വദേശം മല്ലപ്പള്ളിക്കടുത്ത് നെടുങ്ങാടപ്പള്ളി CSI ഇടവകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല പ്രസംഗകനാണ്. അച്ഛൻ്റെ ശുശ്രൂഷകൾ CSI സഭയിൽ മാത്രമല്ല, മാർത്തോമാ സഭയുടെ പല കൺവെൻഷനുകളിലും സ്വദേശത്തും വിദേശത്തുമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ കഴിഞ്ഞ നാളുകളിലൊക്കെ കുവൈറ്റിൻ്റെ പ്രദേശത്ത് നിന്നും ഇപ്പോൾ മുണ്ടിയപ്പള്ളിയുടെ പ്രദേശത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷ നിർവഹിക്കുന്നു. അനുകൊച്ചമ്മ, 2 കുഞ്ഞുങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. അച്ഛൻ ഞങ്ങളുടെ കുടുംബവുമായിട്ടും എൻ്റെ ഭാര്യയുമായിട്ടുള്ള വിവാഹബന്ധത്തിലൂടെയുള്ള ഒരു കുടുംബ ബന്ധം കൂടി പ്രിയപ്പെട്ട അച്ഛനുമായിട്ട് ഉണ്ട്. അച്ഛന് ഇന്നത്തെ ഈ വചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുകയും ഇന്നത്തെ വചന ശുശ്രൂഷ നിർവഹിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു.
ബഹുമാനപ്പെട്ട റവറന്റ് സാംജി സാമസിനെ നമ്മുടെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്യുകയും ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സെപ്റ്റംബർ മാസം 27-ാം തീയതി ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ സ്ഥാപക ദിനം, ദക്ഷിണേന്ത്യാ സഭയുടെ ഉദ്ഘാടന ദിനം എന്നുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ജോബി ജോൺ അച്ഛനോടുള്ള ആത്മബന്ധത്തിൽ ഭിലായി മർത്തോമ ഇടവകയുടെ പ്രഭാത ആരാധനയിൽ എന്നെയും കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയ്ക്കായി പ്രിയപ്പെട്ട ജോബി അച്ഛനിലൂടെ ദൈവം എന്നെ നിയോഗിക്കുന്നു. ഭിലായി മർത്തോമ ഇടവകയുടെ കൈസ്ഥാന സമിതി അംഗങ്ങൾ, അതിൻ്റെ ഓഫീസേഴ്സ്, വിവിധ സംഘടനാ ഭാരവാഹികൾ, ഈ ആരാധനയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ടവർ, ഓൺലൈൻ ശുശ്രൂഷകൾക്ക് വേണ്ട ടെക്നിക്കൽ സൈഡ് നിർവഹിക്കുന്നവർ എല്ലാവരോടുമുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളവും എൻ്റെ ഇടവകയിലെ യുവജനങ്ങളുടെ അവരുടെ വിശാലമായ മനസ്സും അവരുടെ സമയവുമാണ് ഇങ്ങനെ ഒരു സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരുവാനായിട്ട് എന്നെ സഹായിക്കുന്നത്. ഏതാണ്ട് 1956 അലക്സാണ്ടർ മർത്തോമ തിരുമേനിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആവേശഭരിതരായ ഒരു കൂട്ടം ജനങ്ങൾ തങ്ങളുടെ ജോലിയുമായിട്ടുള്ള ബന്ധത്തിൽ വടക്കേ ഇന്ത്യൻ മണ്ണിൽ ആയിരിക്കുമ്പോൾ അവരിലൂടെ ദൈവം 10 വർഷങ്ങൾക്കകം 1966 കാലഘട്ടങ്ങളിൽ അതിനുവേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് 1971 ആകുമ്പോൾ ഒരു പൂർണ്ണ തോതിലുള്ള ഇടവക സഭയായി, നൂറുകണക്കിന് കുടുംബങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സഭയായി തീരുവാൻ ദൈവം വിളിച്ച് വേർതിരിച്ച ഒരു ഇടവകയിലാണ് ഞാൻ ഇന്ന് വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വലിയ മഹാമാരിയുടെ കാലത്ത് നിങ്ങൾ നിരന്തരം ഈ ദിവസങ്ങളിലുള്ള എല്ലാ ധ്യാനങ്ങളിലുമൊക്കെ ശക്തി ആർജിക്കുകയും ഇതിനെ മറികടക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുകയാണ് എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്നാൽ എൻ്റെ ഉള്ളിൽ പൂർണ്ണ ബോധ്യമുണ്ട്, ഈ മഹാമാരിയുടെ കാലത്താണ് ഞാൻ നിങ്ങളോട് വചന ശുശ്രൂഷ ചെയ്യുന്നത്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കാരുണ്യവാനും കൃപാലുവുമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കാതങ്ങൾക്ക് അകലെ ഇരുന്നു കൊണ്ട് മുണ്ടിയപ്പള്ളി എന്ന ഗ്രാമത്തിൽ നിന്ന് ഭിലായി ഇടവകയിലെ ജനങ്ങളെ, കർത്താവെ, പലരെയും അടുത്ത പരിചയമുള്ളവരും പലതവണ കർത്താവെ ചെന്ന് നിന്നിട്ടുള്ളതും ഒരുപക്ഷെ ഒരു തവണ ആരാധന നയിച്ചിട്ടുള്ളതുമായ ഒരു ദൈവാലയത്തിലേക്കാണ് എൻ്റെ സന്ദേശം അയക്കുന്നത് എന്നെനിക്ക് ബോധ്യമുണ്ട്. കാരുണ്യവാനായ കർത്താവെ, ബന്ധങ്ങൾ പുതുക്കപ്പെടുവാനും ദൈവവചനത്തിൽ നിൻ്റെ മക്കൾ ശക്തിപ്പെടുവാനും ഇന്ന് പകൽക്കാലത്തെ വചന ശുശ്രൂഷ മുഖാന്തരമാകണം. അതിനായി ഞങ്ങൾ ശരണപ്പെടുന്നു. അടിയൻ്റെ ബലഹീനത സമ്മതിച്ചുകൊണ്ട് കുരിശിൻ്റെ മറവിൽ നിൽക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സഭയുടെ ഐക്യം സാക്ഷ്യ ജീവിതത്തിന് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. CSI സഭയുടെ സ്ഥാപക ദിനമാകുന്നു എന്നുള്ളതുകൊണ്ട് കമ്പിവാചകത്തിൽ ഞാൻ ആയതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കും. 1810-20 കാലഘട്ടങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി കേരളത്തിൽ എത്തിച്ചേർന്ന മിഷണറി സമൂഹങ്ങൾ, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബാസൽ മിഷൻ എന്നിവയുടെയൊക്കെ ആഭിമുഖ്യത്തിൽ കേരളത്തിലും മറ്റ് വിവിധ മിഷണറി സമൂഹങ്ങളുടെ ആഭിമുഖ്യത്തിൽ കർണാടകയിലും തമിഴ്നാട്ടിലും ബർമ്മയിലും സിലോണിലും ഒക്കെ ഒരു വിശ്വാസ സമൂഹം രൂപപ്പെട്ടു ആ കാലഘട്ടത്തിൽ. എന്നാൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വൈദേശിക നേതൃത്വത്തിൻ്റെ നിറവിലും മറവിലും മുന്നോട്ട് പോകുന്ന സഭകൾ സ്വാതന്ത്ര്യാനന്തരം ഒന്നിച്ചു ചേരുവാനായിട്ട് ദൈവം ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതി എന്ന് പറയുന്നത് 1947 സെപ്റ്റംബർ 27 ഈ സഭകളെല്ലാം കൂടെ ചേർന്ന ഒരു ഉദ്ഘാടനം ചെയ്യപ്പെട്ട രീതിയിലേക്ക് വന്നു. ഏതൊക്കെ സഭകളാണ്, ഏതൊക്കെ ബാക്ക്ഗ്രൗണ്ടിലുള്ളതാണ്? എപ്പിസ്കോപ്പൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള, കോൺഗ്രിഗേഷണൽ, പ്രെസ്ബിറ്റേറിയൻ, മെത്തഡിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള സഭകൾ ഒന്നിച്ചു വന്നു ഒരു ബൃഹത്തായ സഭ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ സഭാ പ്രസ്ഥാനമായി തീരുവാൻ തക്കവണ്ണം അതിന് ഇടയായി. എന്നാൽ ഇന്ന് ഞാൻ മർത്തോമ സഭയിലെ വിശ്വാസ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത് കൊണ്ട് ഈ യൂണിറ്റിയുടെ മർത്തോമ ദക്ഷിണേന്ത്യാ സഭ ബന്ധത്തെക്കുറിച്ച് ആഴത്തിൽ നാം ഇരുകൂട്ടരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് അതിനാണ് പരിശ്രമിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവിലൂടെ വചനത്തിൻ്റെ ഇന്ന് വായിച്ചു കേട്ട ഒരു വേദഭാഗം ചിന്തിക്കാം എന്ന് വിചാരിക്കുകയാണ്. മലങ്കര
മർത്തോമ സിറിയൻ സഭ, മർത്തോമ ചർച്ച്, അതിൻ്റെ പൂർണ്ണമായ പേരിൽ തന്നെ അതിൻ്റെ പൈതൃകവും അതിൻ്റെ പാരമ്പര്യവും ഒക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഇരു സഭകൾക്കും ഒരു സമാനതയുള്ളത് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു. ഇരു സഭകൾക്കും ഒരു സമാനതയുണ്ട്. അത് അതിൻ്റെ പേരിൽ തന്നെ വ്യക്തമാണ്. റിഫോംഡ് ചർച്ച്. റിഫോംഡ് ബൈ വാട്ട്? റിഫോംഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. അതിലാണ് നമ്മൾ രണ്ടു കൂട്ടരും നിലനിൽക്കുന്നത്. ഈ ഒരു ആപ്തവാക്യത്തെ കൈവിട്ടാൽ പിന്നെ നമ്മുടെ സഭകൾക്ക് നിലനിൽപ്പില്ല. വി ആർ റിഫോംഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. രണ്ട് സഭയിലും സംബന്ധിച്ച വ്യത്യാസം, മർത്തോമ സഭ വേർഡ് ഓഫ് ഗോഡിൽ റിഫൈൻഡ് ആയപ്പോൾ, റിഫോംഡ് ആൻഡ് റിഫൈൻഡ് ആയപ്പോൾ, അന്ന് സഭയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും ബിബ്ലിക്കൽ അല്ലാത്ത എല്ലാ പ്രാക്ടീസസിനെയും വിട്ടൊഴിഞ്ഞിട്ട് എബ്രഹാം മൽപ്പാൻ്റെ നേതൃത്വത്തിൽ മാരാമണ്ണിൽ മലയാളം ആരാധന എടുത്തുകൊണ്ട് അന്ന് നിലനിന്നിരുന്ന അധികാര സഭയുടെ പിണക്കം സ്വീകരിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചു. CSI സഭയെ സംബന്ധിച്ചിടത്തോളം ആംഗ്ലിക്കൻ പാരമ്പര്യത്തിൽ, കേരളത്തിലെ ഞാൻ ഉൾപ്പെടുന്ന ഡയസിസിനെ ബാധകമാക്കി പറഞ്ഞാൽ, ആംഗ്ലിക്കൻ പാരമ്പര്യത്തിൽ മിഷൻ ഓഫ് ഹെൽപ്പ് എന്ന രീതിയിൽ കേരളത്തിൽ ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. അതായത് യാക്കോബായ ഓർത്തഡോക്സ് സഭകളെ, അവരുടെ തിയോളജിക്കൽ കോളേജിനെ, അവരുടെ തിയോളജിക്കൽ ഫൗണ്ടേഷനെ സഹായിക്കാനായിട്ട് വന്ന ഒരു സമൂഹം. 1816 മുതൽ 1836 വരെ അങ്ങനെ നിലനിന്നു. എന്നാൽ 36-ൽ മാവേലിക്കരയിൽ കൂടിയ ഒരു മീറ്റിങ്ങിൽ, ഒരു സുന്നഹദോസിൽ ഇനിയും മിഷണറിമാരുടെ സഹായം ആവശ്യമില്ല എന്ന് അന്നിവിടെ ഉണ്ടായിരുന്ന ഈസ്റ്റേൺ സഭകൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ്, അതിൻ്റെ അലയൊലിയായിട്ടാണ് മർത്തോമ സഭ നവീകരണത്തിലേക്ക് പ്രവേശിക്കുന്നത്. നവീകരണം എന്ന വാക്ക് വിട്ടിട്ട് മർത്തോമ സഭയില്ല. വിക്കിപീഡിയയിൽ നിന്ന് ഞാനൊരു സെൻറ്റൻസ് വായിച്ചു കൊള്ളട്ടെ. മർത്തോമ സിറിയൻ ചർച്ച് originated from the missionary activity of the Anglicans with the Malankara Syrian Church in the era of Reformation. In the era of Reformation, ഈ റിഫോർമേഷൻ്റെ ഒരു മുന്നേറ്റം ഈ കേരള മണ്ണിൽ ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ നടക്കുമ്പോൾ അതിലൂടെ മിഷണറി സഭകളായിട്ട് റിഫോർമേഷൻ പാരമ്പര്യത്തിൽ ചില സഭകൾക്ക് ഉദയം കൊള്ളുവാനായിട്ട് സാധിച്ചു. എന്ത് പറഞ്ഞാണ് എബ്രഹാം മൽപ്പാൻ, യശശരീരനായ എബ്രഹാം മൽപ്പാൻ മാരാമൺ ചർച്ചിനെ ശുദ്ധീകരിക്കുന്നത്? മുത്തപ്പൻ്റെ എൽഡറിൻ്റെ ആ ബിംബം കൊണ്ട് കിണറ്റിലെറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് വൈ കൺസൾട്ട് ദ ഡെഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ലിവിങ് എന്നാണ്. വൈ കൺസൾട്ട് ദ ഡെഡ് ഓൺ ബിഹാഫ് ഓഫ് ദ ലിവിങ് എന്ന യെശയ്യാ പ്രവചനത്തിൻ്റെ 8-ാം അധ്യായം 19-ാം വാക്യം പറയുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ദൈവവചനത്തിൻ്റെ ആഴം, നിലനിന്നിരുന്ന ട്രഡീഷൻ്റെ അപ്പുറം സത്യത്തെ ഊട്ടിയുറപ്പിക്കുവാൻ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചേർത്ത് പിടിച്ചതുകൊണ്ടാണ്. ബിബ്ലിക്കൽ മീനിങ് ആൻഡ് ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ മൽപ്പാന്മാരുടെ, മൽപ്പാൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ, മൽപ്പാന്മാരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർ നവീകരണത്തിന് തയ്യാറായി. രണ്ട് ട്രഡീഷൻ ബാക്കിംഗ് നമുക്കുണ്ട്. ഒന്ന് ഒരു വെസ്റ്റേൺ ട്രഡീഷണലാണ്. സോ CSI സഭയെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ, ദക്ഷിണേന്ത്യ സഭയെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ പറയും ഒരു വെസ്റ്റേൺ റിഫോംഡ് ട്രഡീഷൻസാണ് നമുക്കുള്ളത്. എന്നാൽ മലങ്കര മർത്തോമ സഭയ്ക്ക് ഈസ്റ്റേൺ റിഫോംഡ് ട്രഡീഷനാണ്. ഈസ്റ്റേൺ ട്രഡീഷൻസ് ഉണ്ട്, പക്ഷെ ദേ ആർ റിഫോംഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ഇവിടെ വെസ്റ്റേൺ ട്രഡീഷൻസ് ഉണ്ട്, ബട്ട് വി ആർ റിഫോംഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. അങ്ങനെ വേർഡ് ഓഫ് ഗോഡിൽ റിഫോംഡ് ചെയ്യപ്പെട്ട ഈ സഭകൾ രണ്ടും ഒന്നിച്ചു വരാൻ കാരണം ദൈവവചനമാണ് നമ്മുടെ സഭയെ നയിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. CSI മർത്തോമ സഭയ്ക്ക് ഫുൾ യൂണിറ്റിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് തിരുവല്ലയിലും കോട്ടയത്തും അതിൻ്റെ ആസ്ഥാനമായതുകൊണ്ടല്ല, അല്ലെങ്കിൽ മദ്രാസ് അതിൻ്റെ ആസ്ഥാനമായതുകൊണ്ടല്ല. സാധിക്കുന്നത് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ഐക്യഭാവം നമുക്കുണ്ട്. എന്താണ് ഐക്യഭാവം? അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോസ്റ്റോലിക് ഇൻ ഒറിജിൻ, യൂണിവേഴ്സൽ ഇൻ നേച്ചർ, ബിബ്ലിക്കൽ ഇൻ ഫെയ്ത്ത്, evangelical in principle, ecumenical in outlook, oriental in worship, democratic in function, and episcopal in character. മർത്തോമക്കാരനും CSIക്കാരനും ഇതിനെ ഒന്ന് മുഖവിലക്കെടുത്ത് our both churches are apostolic in origin. അപ്പോസ്തോലിക് പിന്തുടർച്ച നമ്മൾ വ്യക്തമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ സെൻറ്റ് പീറ്ററിനെയും സെൻറ്റ് തോമസിനെയും തള്ളിക്കളഞ്ഞിട്ട്
നമുക്കൊരു സഭാ പാരമ്പര്യം ഇല്ല. യൂണിവേഴ്സൽ ഇൻ നേച്ചർ, പ്രാദേശികമല്ല, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സഭകൾ ഉളവാക്കുവാനും അത് നർച്ചർ ചെയ്യാനും പ്രാദേശികമായ ആളുകളെ ചേർത്ത് ഇതിന് വികാസം വരുത്തുവാനും നമ്മൾ തയ്യാറാണ്. ഒരു പ്രാദേശിക സഭയല്ല, യൂണിവേഴ്സൽ ഇൻ നേച്ചർ, ബിബ്ലിക്കൽ ഇൻ ഫെയ്ത്ത്. അതാ ഞാൻ പറഞ്ഞു. മർത്തോമാ സഭ ആൻഡ് CSI സഭ, ദക്ഷിണേന്ത്യ സഭയും അവരുടെ അടിസ്ഥാന പ്രമാണം ബൈബിൾ ആയതുകൊണ്ട് മാത്രമാണ്. ഏതെങ്കിലും ട്രഡീഷൻ മാറ്റാൻ വയ്യാത്തതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സഭകൾക്ക് ഒന്നിച്ചു വരാൻ പറ്റത്തില്ല. CSIയിലെ 4 പാരമ്പര്യത്തിലുള്ള മഹാസഭകൾ ഒരുമിച്ച് ഒരു സഭയായി ഇനാഗ്രേറ്റ് ചെയ്യാൻ ഇടയായി തീർന്നത് എല്ലാ പാരമ്പര്യങ്ങളും യൂണിറ്റിക്ക് വേണ്ടി മാറ്റാൻ തയ്യാറായതുകൊണ്ടാണ്. പിന്നെയോ ഇവാഞ്ചലിക്കൽ ഇൻ പ്രിൻസിപ്പിൾ, എത്ര മിഷൻ ഫീൽഡാണ്. മർത്തോമാ സഭയുടെ ഏറ്റവും വലിയ വരുമാനം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സുവിശേഷ സംഘത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. മർത്തോമാ സഭയുടെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിന് CSI സഭയുടെ ഇനാഗ്രേഷൻ മാത്രമല്ല പ്രത്യേകത, വളരെ ആവേശത്തോടെ മർത്തോമാ സഭ ആഘോഷിക്കേണ്ട മറ്റൊരു പ്രത്യേകതയുണ്ട്. ദ 5th സെപ്റ്റംബർ 1888, 5th സെപ്റ്റംബർ 1888 മർത്തോമ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ ഫോമായി. അത് കഴിഞ്ഞ സഭയൊക്കെ ഉണ്ടാകുന്ന കേട്ടോ. ഈ വെർഡിക്റ്റ്, മർത്തോമാ സഭയ്ക്കെതിരായിട്ടുള്ള കോടതി വിധി വരുന്നത് പോലും ജൂലൈ മാസം 12-ാം തീയതി 1889 1889 ജൂലൈ 12-നാണ് മർത്തോമാ സഭയുടെ വാദഗതികൾ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ളൊരു വിധി വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് മാരാമൺ പള്ളിയും ഒക്കെ കിട്ടി ഒരു സഭ രൂപീകരിക്കുന്നത്. പക്ഷേ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ 1919 സഭാ യൂണിറ്റിയെക്കുറിച്ച് CSI സഭയുടെ അല്ലെങ്കിൽ അന്നത്തെ ആംഗ്ലിക്കൻ സമൂഹത്തിൻ്റെ പിതാക്കന്മാർ ആലോചിച്ച് തുടങ്ങിയപ്പോൾ 28 വർഷത്തിന് ശേഷം 47 ദൈവം അത് അപ്രൂവ് ചെയ്തു. അതുപോലെ 1888 സെപ്റ്റംബർ 5 എനിക്കിപ്പോഴും ഉൾപ്പുളകമാണ്. എന്നാ കാര്യമെന്നറിയോ? മാരാമൺ കൺവെൻഷനെ ഓർക്കുമ്പോൾ മർത്തോമ ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷൻ്റെ ഫോർമേഷനെ ഓർത്ത് ഓരോ ക്രിസ്തീയ മലയാളി ക്രിസ്ത്യാനിയും ദൈവത്തെ സ്തുതിക്കണം. മർത്തോമക്കാരൻ മാത്രമല്ല. സോ സെപ്റ്റംബറിന് അങ്ങനൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. സോ ബിബ്ലിക്കൽ ഇൻ ഒറിജിൻ, ബൈബിള് കയ്യിലെടുത്തു. ആരാണ്? ഞാൻ അവിടെയും ഒരു ശിഷ്യ സമൂഹത്തെ കാണിച്ചു തരാം, മറന്നു പോകാതിരിക്കാൻ. 12 പേരുടെ ഒരു കൂട്ടം. അതിൻ്റെ റേഷ്യോയുടെ ഞാൻ പറയാം. 1:2:9. കൊട്ടാരത്തിൽ തോമസ് കശീശ, 2 ഉപദേശിമാർ, 9 ലേ ലീഡേഴ്സ്. ഞാൻ എപ്പോഴും പറയും, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള ഒരു സഭയ്ക്ക് ഇത് അടിസ്ഥാനമായിരിക്കണം. ജനത്തിൻ്റെ മുകളിൽ അധികാരമെടുക്കാനുള്ളവനല്ല ഉപദേശി, അവൻ്റെ മേലിലും അധികാരമെടുക്കാനുള്ളവനല്ല പട്ടക്കാരൻ. അവനൊരു റേഷ്യോ കൊടുത്തിരിക്കുകയാണ്. 12 പേര്, ഒരു അച്ഛൻ, 2 ഉപദേശിമാർ, 9 ആത്മായൻ. 1:2:9 or 9:2:1. ഈ റേഷ്യോയിൽ മാളിക മുറിയിൽ കൂടിയ 12 പേര് ചേർന്നെടുത്ത ഡിസിഷനിൽ ഇന്ന് എണ്ണിക്കൂടാതെ വണ്ണം ഏഷ്യയിലെ ഏറ്റവും വലിയ കൺവെൻഷനായി തീർന്നിരിക്കുകയാണ്. 12 പേരെ കൊണ്ട് ലോകം കീഴ്മേൽ മറിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് 12 പേർ മർത്തോമ മാരാമണ്ണിനടുത്തുള്ള ആ കടവിൽ മാളിക മുറിയിൽ ഇരുന്നു കൊണ്ട് അവർ കാലങ്ങൾക്കിപ്പുറം ഈ കേരള സമൂഹത്തെ വിശ്വാസത്തിൽ കീഴ്മേൽ മറിക്കേണ്ട ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു. സെപ്റ്റംബർ മാസം 5-ാം തീയതി 1888. ഇതല്ലേ യൂണിറ്റിയുടെ അടിസ്ഥാനം? വചനം നൽകിയ യൂണിറ്റി. ക്രിസ്തുവേശു ആണ് വചനമെന്നും ആ വചനത്തെ ഉറക്കെ പറയുന്നവൻ ക്രിസ്തുവേശുവിനെ അറിയിക്കുകയാണെന്നും 2 സഭകൾ വിചാരിച്ചപ്പോൾ അവർക്ക് അതിനുവേണ്ട അപ്രൂവൽ ദൈവം കൊടുത്തു എന്നുള്ളതാണ് വാസ്തവം. 1840-കളിൽ മൽപ്പാനിലൂടെ നടന്ന കാര്യങ്ങൾ. 45-ൽ അദ്ദേഹം മരണപ്പെട്ട് നീങ്ങുകയാണ്. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം 1898-ൽ ഒഫീഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് ദ മർത്തോമ ചർച്ച്. അന്ന് ഇവിടെ നിലനിൽക്കുന്ന ആംഗ്ലിക്കൻ സമൂഹം വളരെ ബന്ധത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കോട്ടയത്ത് സെമിനാരിയിൽ അഭ്യസനം ചെയ്ത മൽപ്പാന് അനേക ശിഷ്യന്മാർ, സിറിയക്ക് പഠിപ്പിക്കാൻ വന്ന മൽപ്പാൻ ആംഗ്ലിക്കൻ മിഷണറിമാരുടെ വചനപഠനത്തിൽ ആകൃഷ്ടരായി തീർന്ന് വചനപ്രകാരം തൻ്റെ സഭയുടെ ട്രഡീഷനെ ഒന്ന് പുനർവ്യാഖ്യാനം ചെയ്തപ്പോൾ അദ്ദേഹം ചിലതിനെ വലിച്ചെറിഞ്ഞു, ചിലതിനെ സ്വീകരിച്ചു. അദ്ദേഹം സ്വീകരിച്ചത് ശരിയായിരുന്നു എന്ന് ഇന്ന് ലോകം വിളിച്ചു പറയുന്നു. ലോകത്തിൻ്റെ അറ്റത്തോളം മർത്തോമാ സഭയ്ക്ക് വേരോട്ടമുണ്ടാകുവാൻ അന്ന് വചനത്താലുള്ള രൂപാന്തരം, വചനത്തിലുള്ള യൂണിറ്റി, അതാണ് പറയേണ്ടത്. യൂണിറ്റി ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്
ഫോംഡ് മർത്തോമ ചർച്ച്, മർത്തോമ ചർച്ചിനെ രൂപീകരിപ്പാൻ അതുമൂലം സാധിച്ചു എന്ന് ഏറ്റുപറയട്ടെ. ദൈവവചനത്തിലേക്ക് വന്നിട്ട് ദ അൾട്ടിമേറ്റ് യൂണിറ്റിയെക്കുറിച്ച് അച്ഛൻ എനിക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന സമയത്തിന് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 1-2 ഇടവക കിട്ടിയ മർത്തോമ സഭ ഇന്ന് ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്നതിന് കാരണം അത് വചനത്തിന് സ്ഥാനം കൊടുത്ത് ദ യുണൈറ്റഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. 4 ട്രഡീഷനിൽ നിന്ന് അച്ഛന്മാരുള്ളവരും ഇല്ലാത്തവരുമായ ആംഗ്ലിക്കൻ പാരമ്പര്യത്തിലുള്ള സഭകൾ, വിവിധ മിഷണറി പാരമ്പര്യത്തിലുള്ള സഭകൾ ഒരൊറ്റ സഭയായി 1947 ഒരുമിച്ച് വരുന്നതിന് കാരണവും അവർ യേശുക്രിസ്തുവാകുന്ന വചനത്തിന് സ്ഥാനം കൊടുത്തുകൊണ്ട് ട്രഡീഷൻസിനെ മാറ്റിവെച്ചു. അതുകൊണ്ട് യേശുക്രിസ്തുവിന് സ്ഥാനം കൊടുക്കുന്നിടത്താണ് യൂണിറ്റി. അത് ആത്യന്തികമായി സംഭവിക്കണം. അത് ലോകത്തിലുള്ള ഈ വിശ്വാസ സമൂഹത്തിൽ മുഴുവൻ സംഭവിക്കണം. അതാണ് ഞാൻ പറയുന്നത്. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിൽ ഇന്ന് വായിച്ച വേദഭാഗം 15 മുതൽ 22 വരെയാണ്. 15 മുതൽ 22 വരെ ആ ഭാഗത്തിലേക്ക് മാത്രം ഇന്ന് നമ്മൾ പഠനത്തിനായി വരാനായിട്ട് ആഗ്രഹിക്കുന്നു. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം. യൂണിറ്റി ഓഫ് ദ ചർച്ച്. ഏതാണ് ചർച്ച്? ഇന്നും ചർച്ച നടക്കുക. ഇസ് ഇറ്റ് ഇസ്രായേലൈറ്റ്? കർത്താവിൻ്റെ വിശുദ്ധ ജനമായ ഗോത്ര മക്കളാണോ സഭ? അതോ ജേക്കബിലൂടെ രൂപപ്പെട്ട ഇസ്രായേൽ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന പുതിയ നിയമസഭയാണോ? ജേക്കബ് എന്ന് പറയുന്നത് യഹൂദൻ്റെ അവകാശവും ഇസ്രായേൽ എന്ന് പറയുന്ന അവൻ്റെ സെക്കൻഡ് ഫേസ് ഓഫ് ലൈഫ്, സെക്കൻഡ് നെയിം ക്രിസ്ത്യാനിയുടെ അവകാശവും ആവുകയല്ലേ? ഇവിടെ നമ്മൾ 37-ാം അധ്യായം വായിച്ചു നോക്കണം. വളരെ വ്യക്തമായി അവിടെ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. യഹൂദയും അവൻ്റെ ആളുകളും, നിങ്ങൾ വായിക്കണം, 2 കോല ഇവിടെ എടുക്കുക. നമ്മളത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. യൂണിറ്റി ഓഫ് ദ ചർച്ച്, ദ അൾട്ടിമേറ്റ് യൂണിറ്റി ഓഫ് ദ ചർച്ച് ദാറ്റ് എറ്റ് ടു ബി ഡൺ. അത് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ വാക്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ വേദഭാഗത്തിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു. ഞാനത് വായിക്കട്ടെ. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായം, അതിൻ്റെ ചില വാക്യങ്ങൾ. മനുഷ്യപുത്ര, നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതി വയ്ക്കുക. മറ്റൊരു കോലെടുത്ത് അതിന്മേൽ എഫ്രൈമിൻ്റെ കോലായ യോസഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗ്രഹത്തിന് ഒക്കെയും എന്ന് എഴുതി വെക്കുക. നിങ്ങൾ ആ പ്രയോഗം ശ്രദ്ധിക്കണം. വചനം വായിക്കുമ്പം അത് പഠിക്കണമെങ്കിൽ അതിൻ്റെ പ്രയോഗത്തിൻ്റെ മേൽ നല്ല ശ്രദ്ധ വേണം. 1-ാമത്തേതിൽ എഴുതിയിരിക്കുന്നത് യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും. 2-ാമത്തേത് നോക്കി. 2-ാമത്തേത് ഇങ്ങനെയാണ്. ഐ എം റീഡിങ് എസെക്കിയേൽ ചാപ്റ്റർ 37 വേഴ്സ് 16. എഴുതിയിരിക്കുന്നു, എഫ്രൈമിൻ്റെ കോലായ യോസഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗ്രഹത്തിനൊക്കെയും എന്ന് എഴുതി വെക്കുക. ഒരിടത്ത് എഴുതി ജൂഡ, ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ, ജൂഡ ആൻഡ് ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. 2-ാമത് എഴുതി എഫ്രൈം ആൻഡ് ഹൗസ് ഓഫ് ഇസ്രായേൽ. അവരുടെ അവകാശം ജോസഫ്, ജൂഡയുടെ അവകാശം ഡേവിഡ്. ഒരു വലിയ രഹസ്യം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് നോർത്തേൺ സതേൺ കിങ്ഡമായിട്ട് സോളമന് ശേഷം ഈ ഇസ്രായേൽ സമൂഹം വേർതിരിയുമ്പോൾ അറിയാം 2 ഗോത്രം മാത്രമാണ് യഹൂദയോട് ചേരുന്നത്. ബാക്കി 10 ഗോത്രങ്ങൾ ഇസ്രായേൽ, ദ കിങ്ഡം ഓഫ് ഇസ്രായേൽ എന്ന് അറിയപ്പെടുകയാണ്. എവിടെയാണ് ഈ 10 ഗോത്രങ്ങൾ? ഇന്ന് നിങ്ങൾ നെറ്റൊക്കെ പരിശോധിച്ചാൽ കാണും, ദ ലോസ്റ്റ് 10 ട്രൈബ്സ്. അവരങ്ങനെ ലോസ്റ്റായി പോകാൻ പറ്റില്ലല്ലോ. യേശു പറഞ്ഞില്ലേ, ഞാൻ വന്നത് കാണാതെ പോയതിനെ തേടിപ്പിടിക്കാൻ. 2 ഗോത്രങ്ങൾ വളരെ കൺഫേംഡ് ആണ്. യഹൂദയുടെ അല്ലെങ്കിൽ ബെഞ്ചമിൻ്റെ ഗോത്രവും യഹൂദയുടെ ഗോത്രവും വളരെ കൺഫേംഡ് ആണ്. പക്ഷെ ഇവിടെ ഈ 10 ഗോത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എഫ്രൈം ആൻഡ് ദ ഹൗസ് ഓഫ് ഇസ്രായേൽ. എന്താ ജോസഫിൻ്റെ പ്രത്യേകത? ജോസഫ് ഇസ്രായേൽ മക്കളിൽ നിന്ന് മാറ്റിക്കൊണ്ട് ജാതികളിലേക്ക് പോയവനാണ്. എന്താ എഫ്രൈമിൻ്റെ പ്രത്യേകത? 2 ഐഡൻറ്റിറ്റി ഉള്ളവനാണ്. എഫ്രൈം എന്ന് പറഞ്ഞാൽ എ മാൻ വിത്ത് ഡ്യുവൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അവന് ഈ പിതാവിൻ്റെ, അതായത് യഹോവയായ ദൈവത്തിൻ്റെ ഇസ്രായേൽ മക്കളുടെ ഐഡൻറ്റിറ്റിയുമുണ്ട്. അവൻ ചെന്ന് പാർത്ത, അവൻ്റെ അപ്പൻ ചെന്ന് പാർത്ത മിസ്രൈം ദേശത്തിൻ്റെ ഐഡൻറ്റിറ്റിയുമുണ്ട്. മനസ്സിലാക്കുക, 2 ഐഡൻറ്റിറ്റി. ക്രിസ്ത്യാനിറ്റിക്ക് എത്ര ഐഡൻറ്റിറ്റി ഉണ്ട്? പഴയ നിയമ പശ്ചാത്തലത്തിൽ യഹൂദന് കൊടുത്ത ദൈവം അവൻ്റെ ദൈവമാണ്. എന്നാൽ ആ ദൈവത്തിൻ്റെ പുത്രനിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത് അവൻ്റെ അവകാശമാണ്.
ഹി ഈസ് ഹാവിങ് ടു ഐഡന്റിറ്റി. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു കോലിന് ഡേവിഡിൻ്റെ ഐഡന്റിറ്റിയാണ്. ഇന്ന് നോക്കുക, ദാവീദിൻ്റെ നക്ഷത്രമാണ് അവരുടെ കൊടി, ദാവീദാണ് അവരുടെ രാജാവ്. ഇസ്രായേൽ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അവരുടെ ഒന്നാമത്തെ പ്രതിപുരുഷൻ എന്ന് പറയുന്നത് ദാവീദാണ്. ദ കൺട്രി, ദ കിങ്ഡം വിച്ച് ഇസ് ഫോംഡ് ഇസ്രായേൽ, ദ ന്യൂ ഇസ്രായേൽ എന്ന് പറയുന്നത് ദാവീദിൽ അധിഷ്ഠിതമാണ്. എന്നാൽ പറയുന്നു, എഫ്രൈമിൽ എനിക്കൊരു അവകാശമുണ്ട്, എഫ്രൈമിന് ഒരു ഗ്രഹമുണ്ട്, ഞാൻ പുത്രനിലൂടെ വീണ്ടെടുത്ത ഗ്രഹം. എഫ്രൈം പുറത്തു പോയവനാണ് എന്ന് പറഞ്ഞാൽ നസ്രയൻ എന്ന് പറയുമ്പോൾ യഹൂദ സമൂഹത്തിൻ്റെ പുറത്തു പോയവനാണ്. നസ്രയനായ യേശു ക്രിസ്തുവിലൂടെ എഫ്രൈമിലെ അവകാശം നമുക്ക് തന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്ന 10 ഗോത്രങ്ങളിൽ ഒന്നാക്കി നമ്മളെ തീർത്ത് ഈ കോലിനോട് ചേർത്തൊട്ടിക്കുന്നത്. പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്, കാട്ടൊലിവിൽ നിന്ന് സ്വാഭാവിക കൊമ്പുകളെ മുറിച്ചു മാറ്റിയിട്ട് പിന്നെ അവിടേക്ക് നിന്നെ ചേർത്തു വെച്ചു. സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞ് നിന്നെ ചേർത്ത് വെച്ചു. സ്വാഭാവിക അധികാരിയായിരുന്ന ദാവീദിനെ മാറ്റിക്കളഞ്ഞിട്ട് എഫ്രൈമിനെ ചേർത്ത് വെക്കുന്ന, എഫ്രൈമേ നീ എൻ്റെ പൊന്നോമന മകൻ, എഫ്രൈമിനെ ചേർത്ത് വെക്കുന്ന ഒരു ദൈവമുണ്ട്, ക്രിസ്ത്യാനിയെ ചേർത്ത് വെക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം കാണുന്ന ഏറ്റവും വലിയ യൂണിറ്റി ഈ പിതൃപുത്ര ആരാധനയുടെ ഒന്നായിത്തീരലാണ്. ഇന്ന് അതിനുള്ള കളം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വ്യവസ്ഥാപിതമായി നമ്മൾ കാണുന്നു. പുത്തൻ ഇസ്രായേലിൻ്റെ അധികാരങ്ങളും അതിൻ്റെ വ്യാപനവും അതിൻ്റെ പകർച്ചകളും എല്ലാം കാണുന്നു. ഇസ്രായേലിൽ ഏറ്റവും വലിയ ക്രിസ്തീയ പ്രൊപ്പഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂണുപോലെയാണ് യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായി വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആമേൻ. ഈ സംഭവം നടക്കണം. അതുകൊണ്ടാണ് താഴെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത്, ഞാൻ എഫ്രൈമിൻ്റെ കയ്യിലുള്ള ജോസഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെയും എടുത്ത് അവരെ അവനോട് യഹൂദായുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും. യൂണിറ്റി. നിന്റെ സ്വജാതിക്കാരാരാ? Those who have the spirit of prophecy. യഹസ്കേൽ, you are a prophet. ഈ കാലത്തിൻ്റെ സമ്പൂർണതയിൽ എന്ത് നടക്കുമെന്ന് അന്വേഷിക്കുന്നവർ വളരെ കുറവാണ്. കേൾക്കുന്നതൊക്കെ അതുപോലെ എടുത്തുകൊണ്ട് പോകുന്നവരാ കൂടുന്നവർ. കാലത്തിൻ്റെ സമ്പൂർണതയിൽ എന്ത് നടക്കും എന്ന് അന്വേഷിക്കുന്നവരോട് നീ പറയണം, കാലത്തിൻ്റെ സമ്പൂർണതയിൽ യഹൂദയുടെ കോലും എഫ്രൈമിൻ്റെ കോലും ഒന്നാകും. ചിതറിക്കിടക്കുന്ന, ലോകത്തിലെമ്പാടും ചിതറിക്കിടക്കുന്ന എഫ്രൈം, അതായത് യോസഫിൻ്റെ ചിതറിപ്പോയ ജാതികളിലേക്ക് ചിതറിപ്പോയ യോസഫ്, ജാതികളിലേക്ക് ചിതറിപ്പോയ എഫ്രൈം, അവൻ്റെ അവകാശത്തെ ഞാൻ യഥാർത്ഥത്തിലുള്ള സ്വന്തം പുത്രന്മാരെന്ന യഹൂദയുടെ അവകാശത്തോട് ചേർത്ത് വയ്ക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, ഇന്നത്തെ സഭകളിൽ നടക്കുന്ന ഈ വഴക്കൊന്നും നോക്കരുത്. ഇത് മണ്ണിനും പദവിക്കും വേണ്ടിയുള്ള വഴക്കാണ്. നിങ്ങളതിൻ്റെ പുറകെ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കി പോകരുത്. അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ നിങ്ങൾ കേട്ടറിവില്ലാത്ത കാര്യങ്ങൾ വാട്സപ്പിലൂടെ നിങ്ങളുടെ മുന്നിൽ വന്ന് വീഴുമ്പം നിങ്ങൾ നമ്മുടെ സഭാപിതാക്കന്മാരെയും അച്ഛന്മാരെയും ഒക്കെ ഓർത്ത് പല്ലിറുമുകയാണ്. നിങ്ങളതിലേക്ക് നോക്കണ്ട. കർത്താവായ ദൈവം തമ്പുരാൻ വലിയൊരു യൂണിറ്റിക്ക് കളമൊരുക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് അവനോട് യുണൈറ്റഡ് ആണെങ്കിൽ നിങ്ങളെ മഹത്വകരമായ യൂണിറ്റിയുടെ സമയം ദൈവം കൈവിടുകയില്ല. നിങ്ങളുടെ അച്ഛനുണ്ടോ മെത്രാനുണ്ടോ നല്ല നോക്കുന്നത്. നമ്മൾ ക്രിസ്തുവിനോട് യുണൈറ്റഡ് ആണെങ്കിൽ നമ്മളെ തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്. 2 nations, the Jewish nation and Christendom, 2 kingdom, Yahweh kingdom and the Christ kingdom, the King of peace, David my servant. അവനോട് പറയുന്നു, ദാവീദേ എൻ്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും, അവർക്കെല്ലാവർക്കും ഒരേ ഇടയനുണ്ടാവും. ദാവീദ് രാജാവായിരിക്കുന്നവരുടെ ഇടയനാരാണ്? ഹീ സെർവന്റ്. ഡേവിഡ് ഈസ് സെർവന്റ്, ബട്ട് ദർ വിൽ ബി എ ഷെപ്പേർഡ്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് എന്ന പേര് പറയണം. ഇന്ന് ഇസ്രായേൽ മക്കൾക്ക് ഈ യൂണിറ്റിയിലേക്ക് വരാൻ കഴിയാത്തതിന് കാരണം അവർ യേശുവിൽ വിശ്വസിക്കുന്നില്ല. അവർ യേശുവിൽ വിശ്വസിച്ചാൽ പിന്നെ 2 നടിച്ചുവരില്ല, 2 കോലും ഒന്നായി തീരും. അതുകൊണ്ട് വചനം പറയുന്നു, ആമേൻ, ഒരു വലിയ കവനന്റ് പൂർത്തീകരിപ്പാനുണ്ട്. ഡേവിഡ് മൈ സെർവന്റ്, കവനന്റ് ഓഫ് പീസ് ആൻഡ് എവർലാസ്റ്റിംഗ് കവനന്റ്. ഹി സെർവന്റ്, but there is a shepherd. അധികാരിയായിട്ടുള്ള ഈ യേശു ക്രിസ്തുവാകുന്ന ഷെപ്പേർഡിനെ സഭ സ്വീകരിച്ച് കഴിയുമ്പോൾ യൂണിറ്റി പൂർത്തിയാകും. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ കടത്തി പറയാം. സ്വജാതിക്കാരെന്ന് പറയുന്ന
പ്രവചനത്തിൻ്റെ ആത്മാവുള്ള ആരെങ്കിലും എൻ്റെ മുന്നിൽ ഇരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. ഇസ്രായേലിൻ്റെ ഈ മുന്നേറ്റത്തിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിനെ അവരും നമ്മളിൽ ശേഷിച്ചിരിക്കുന്നവരും വലിയ ഷെപ്പേർഡായി അംഗീകരിക്കുമ്പോൾ പിന്നെ ഒരു വലിയ ട്രിബുലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് 38-ാം അധ്യായം മുതൽ വായിച്ചു നോക്കുക. എൻ്റെ സമയം അവസാനിക്കുന്നു. 38-ാം അധ്യായം മുതൽ നിങ്ങൾ ഗോഗ് മാഗോഗിനെ കാണുന്നു. എന്തിനാണ് ഈ യൂണിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ട് ഗോഗ് മാഗോഗിനെ കുറിച്ച് പറഞ്ഞ് വലിയ യുദ്ധങ്ങളെക്കുറിച്ച് ദൈവം പറയുന്നത്? ഈ യൂണിറ്റി സംജാതമായതിനു ശേഷം there will be a tribulation after unification of church. Church means the church that is under Yahweh faith, the church that is under Jesus Christ faith. They will be united and the shepherd will be one, that is Jesus Christ, and the name will be renowned, that is David. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാം, അമേരിക്കയിലും ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചകളൊക്കെ നടക്കണമെങ്കിൽ ക്യാമ്പ് ഡേവിഡിലാണ് നടക്കുക. ആ നാമം നമുക്ക് ഉതിർത്ത് കളയാൻ പറ്റില്ല. ഹി ഈസ് ദ കമാൻഡർ ആൻഡ് ദ ലീഡർ, ബട്ട് ദ ഷെപ്പേർഡ്. ഓൾ കമാൻഡേഴ്സ് ആർ സെർവൻറ്റ്, ഓൾ ലീഡേഴ്സ് ആർ സെർവൻറ്റ്, ബട്ട് ഷെപ്പേർഡ് ഈസ് നോട്ട് സെർവൻറ്റ്. ഹി ഈസ് ദ സെർവൻറ്റ് ഓഫ് ഗോഡ്. ഹി ഈസ് ദ സൺ ഓഫ് ഗോഡ്. ദ യൂണിറ്റി ഇൻ ദ സൺ ഓഫ് ഗോഡ് ഈസ് നിയർ ബൈ, വളരെ അടുത്തുണ്ട്. അതിനുശേഷം ഒരു ട്രിബുലേഷനും ഉണ്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഓർത്തോമാസിയസ് യൂണിറ്റിയുടെ കാരണം വചനമാണ്. ഇന്ന് ലോകത്തിൽ ഇത്രയും അനിഷ്ട സംഭവങ്ങൾ സഭയിൽ നടക്കുമ്പോഴും നമ്മൾ നിലനിൽക്കുന്നതിൻ്റെ കാരണം യേശുക്രിസ്തുവാകുന്ന വചനമാണ്. ഈ യേശുക്രിസ്തുവാകുന്ന വചനത്തെ ഷെപ്പേർഡായിട്ട് എല്ലാ വിശ്വാസവും, അതായത് യഹൂദ വിശ്വാസവും ക്രിസ്ത്യൻ വിശ്വാസവും ഒരുമിച്ച് അംഗീകരിക്കുമ്പോൾ ഗോഗ് മാഗോഗിൻ്റെ കാലം വരും. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയമാണ്. ഈ മഹാവ്യാധിയേക്കാൾ വലുതായ ഒരു ട്രിബുലേഷൻ്റെ സമയം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടെ ഇരിക്കുക. കൊറോണ മാറിപ്പോകും, പക്ഷേ വരാനിരിക്കുന്ന ഈ വലിയ അന്ത്യന്യായവിധിയുടെ പരീക്ഷണ കാലഘട്ടത്തെ ജയിക്കുവാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. ഈ വചനത്താൽ ഉയരത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ദൈവിക ചിന്തകൾ ബഹുമാനപ്പെട്ട സാംജി സാമച്ചനിലൂടെ നമുക്ക് ലഭിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. സഭയുടെ ഐക്യവും, ക്രൈസ്തവ സഭയുടെ ഐക്യവും, ദൈവവുമായിട്ടുള്ള ഐക്യവും, ശുശ്രൂഷയിലെ ഐക്യവും നമുക്ക് പ്രിയപ്പെട്ട അച്ഛൻ അവിടെ നമ്മളെ മനസ്സിലാക്കി തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ അച്ഛൻ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബിലായി പള്ളിയിലെ ഒരു ആരാധനയ്ക്ക് അച്ഛൻ നേതൃത്വം നൽകിയിട്ടുണ്ട്. അന്നത്തെ സമയത്തുള്ള ആളുകൾ അത് ഓർക്കുന്നുണ്ടായിരിക്കും. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ വചനം നമുക്ക് വേണ്ടി പങ്കുവച്ചതിൽ ബിലായി മാർത്തോമ ഇടവകയുടെ പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ദൈവീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായി നടത്തിപ്പായ ദൈവമേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ഒന്നായി ചേരുവാനായിട്ടുള്ള വലിയ ആഹ്വാനം, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്നതായ അനുഭവം, കർത്താവേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ മഹത്വം, ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോയത് ഞങ്ങളിൽ ഒന്നായി ചേർന്നതായ അനുഭവത്തിലേക്ക് നസ്രേൻ്റെ അനുഭവം വന്നിറങ്ങിയതുപോലെ കർത്താവെ, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലും യാത്രകളിലും എല്ലാം അവിടുത്തെ ഐക്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. CSI സഭയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ നേതൃത്വത്തിനായി ദൈവമേ സ്തുതി. പ്രത്യേകിച്ച് കർത്താവ് ബിഷപ്പ് പാനലിലൊക്കെ നടത്തുവാൻ പോകുമ്പോൾ അത് ഏറ്റവും അനുഗ്രഹമായി നല്ല നേതൃത്വം മുന്നേക്ക് വരുവാൻ തക്കൊണ്ട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചന ശുശ്രൂഷ നിർവഹിച്ച സാംജിയച്ചനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ CSI സഭയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ അനുഗ്രഹിക്കണമേ. സഭകൾ തമ്മിലുള്ള ഐക്യവും ക്രിസ്തീയ കൂട്ടായ്മ നിലനിൽപ്പാൻ തക്കൊണ്ട് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. വിശുദ്ധ കുംഭസാരത്തിൻ്റെ കൂദാശയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവവും നാമും തമ്മിലുള്ള ബന്ധം ഏതെങ്കിലും തരത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഈ കുംഭസാരത്തിൻ്റെ കൂദാശയിലൂടെ ദൈവവുമായിട്ട് ചേർന്ന് നിൽപ്പാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള ബാബാ തമ്പുരാനെ, നിനക്ക് വിരോധമായി ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യമറിയാം ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകി മെസ്സിയാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ചു. സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു.
നിന്റെ കൽപ്പനകൾ എല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാവുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിന് തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണം. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് കുറ്റത്തിനും ശിക്ഷാവിധിക്കുമായി തീരാതെ ജീവൻ രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമാന്യത വെച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവൻ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എന്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും എന്നോട് ചേർന്ന് പ്രാർത്ഥിപ്പിൻ. കൃപയുടെ സമുദ്രവുമായ ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെയും തമ്മിലും അവസാനത്തോളം സ്നേഹിപ്പാൻ കൃപയും സമാധാനവും സഹിക്കുമത്യം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രം കരേറ്റുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുമുടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രവുമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടും. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മെശിഹാത്തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സർവ സൃഷ്ടിയുടെയും നിർമ്മാതാവിനെ സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും കർത്താവേ, അഗ്നിസമാനമായ ആദരങ്ങളാൽ പരിശുദ്ധനെന്ന് മുൻമടങ്ങായ സ്തുതികൾ കൊണ്ടേക ശബ്ദത്തിൽ നിന്നെ സ്തുതിക്കുന്നവരായ സ്വർഗീയ സൈന്യങ്ങളുടെയും ക്രമങ്ങളുടെയും സ്തുതികളോടുകൂടെ ബലഹീനരായ ഞങ്ങളുടെ സ്തുതികളെ നീ കലർത്തുമാറാകണമേ. ഞങ്ങളും ഏക ശബ്ദത്തെ സ്തുതിച്ചു പറയുന്നു. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 എന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവായിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. വചനമായ ദൈവത്തിന്റെ തിരിഹിത പ്രകാരമുള്ള പീഡാനുഭവത്തിന് മുമ്പ് തന്റെ തൃക്കരങ്ങളിൽ അപ്പം താനെടുത്തു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർ കൊടുത്തു വാങ്ങി ഭക്ഷിപ്പിൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം, ഇതെന്റെ ഓർമ്മയ്ക്കായി സേവിൻ എന്നരുളി ചെയ്തു.
അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസായയും അവൻ എടുത്തു. കർത്താവേ, നീ വാഴ്ത്തേണമേ. സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്ലീഹന്മാർ കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചുരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ എഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, ജീവന്റെ ചാരം എന്നതുപോലെ കർത്തൃസംബന്ധമായ നിന്റെ കൽപ്പനകളെ ഞങ്ങൾ ആദരിക്കുകയും വിശുദ്ധ സ്ത്രീഹന്മാർക്ക് നീ വിശ്വസിച്ച് പരമേൽപ്പിച്ച ദൈവികമായ രഹസ്യങ്ങളെ വിശ്വാസത്തോടെ ഞങ്ങൾ ആചരിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, ഭയവും വിറയലും നിറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ വരവിന്റെ ദിവസത്തെ കുറിച്ച് ഞങ്ങളും ഭയപ്പെടുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ തിരുമുഖം ദർശിക്കുന്നതിന് വേണ്ട ധൈര്യം ഞങ്ങളിൽ തന്നെ ഞങ്ങൾക്കില്ലേ. മോറാനേശുമസിഹായേ, ഭയം വിറയൽ നിറഞ്ഞിരിക്കുന്ന ആ ദിവസത്തിൽ നിന്റെ കൃപയും പ്രകാരമല്ലാതെ നീതിയോട് ഞങ്ങളുമായി ഇടപെടരുതേ. അതിനായി നിന്റെ ഇടവകയും നിന്റെ സഭയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ചൊല്ലുന്നു. ലാഭോ കാതമറോ. സർവശക്തിയുള്ള പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനെ ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്തതേതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അപ്പം നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ തിരുശരീരമായിരിക്കാം. പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ തിരുരക്തമായിരിക്കാം. പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ ഏകപുത്ര തിരുശരീരങ്ങൾ ഞങ്ങൾ ഭക്ഷിച്ചു കുടിക്കുന്നതിനാ ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും നിത്യജീവൻ ഞങ്ങൾ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ഓശോ വബുക്കുൽ സുബ്ഹാനല്ലാഹ്. കർത്താവേ, 4 ഭാഗങ്ങളുമുള്ള വിശുദ്ധ സഭയെ മേയിച്ചു ഭരിക്കുന്നവരായ സകലമേൽപ്പെട്ടക്കാരെയും ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസും മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്തായും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് സബ്രഗൻ മെത്രാപ്പൊലീത്തായും യാക്കീം മാർ കൂർലോസ്, ജോസഫ് മാർ ബർണബാസ്, തോമസ് മാർ തിമത്തിയോസ്, ഐസക് മാർ ഫിലിക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മകാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശീശന്മാർ ശമാസന്മാർ മുതലായി പട്ടത്തിനടുത്ത് എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ അർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടി ദോഷപ്രതിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി
സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളണമേ. Grelison, Grelison, Grelai. മഹാദൈവം നമ്മുടെ ഇഷ്ടമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അല്പസമയം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകളെ വണക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയോ കൃപ നമ്മളോട് കാണിച്ചിട്ടുണ്ട്. എല്ലാ ഉപകാരങ്ങൾക്കുമായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളിന്ന് ആയിരിക്കുന്നത് അവിടുത്തെ കൃപയാകുന്നു. നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒന്നുമല്ല. ദൈവമേ, നീ ഞങ്ങളോട് കാണിക്കുന്ന കരുണയ്ക്കായി, നീ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് ഒരു വലിയ ഒരു മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നല്ലോ. ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരു ലോകത്തിൽ നാം ഇപ്പോൾ ജീവിക്കുന്നു. ആരാധനാലയങ്ങൾ വന്ന് സംബന്ധിപ്പാൻ സാധിക്കാത്ത അനുഭവങ്ങൾ, ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങുവാൻ സാധിക്കാത്തതായ അനുഭവങ്ങൾ, കർത്താവെ, പനിയുടെ പ്രയാസങ്ങളൊക്കെ നമ്മെ വലിയ ഭീതിയിലേക്കും, കർത്താവെ, ഞങ്ങളുടെ ജീവിതം പോലും വഴിമുട്ടിയതായ ഒരു സാഹചര്യത്തിൽ നാം ആയിരിക്കുമ്പോൾ ദൈവമേ, നീ ലോകജനതയോട് നീ കരുണ തോന്നണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന കർത്താവെ നീ അവിടുന്ന് കേൾക്കണമേ. കർത്താവെ, നീ ഞങ്ങളോട് കരുണ തോന്നണമേ. മനുഷ്യവർഗത്തോട് നീ കരുണ തോന്നണമേ. നമുക്ക് മുട്ടിപ്പായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വലിയ കരുണ ഞങ്ങളുടെ മേൽ പ്രാപിപ്പാൻ തക്കവണ്ണം നീ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകളിലും നമ്മുടെ സമീപത്തും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവകയിൽപ്പെട്ടവർക്കൊക്കെ കൊറോണ ബാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവമേ, ഇനി ഞങ്ങളുടെ ജീവിതമൊക്കെ ഇനി മുന്നോട്ട് എങ്ങനെ ആയിരിക്കും? ഒരു മരണഭീതിയൊക്കെ ഞങ്ങളുടെ മുന്നിലായിരിക്കുമ്പോൾ ദൈവമേ, നീ മനസ്സിലീണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാപങ്ങൾ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ പാപങ്ങൾ, ഇതൊന്നും ഞങ്ങളോട് കണക്കിടരുതേ, ഞങ്ങളുടെ തലമുറകളോട് നീ കണക്കിടരുതേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷം വരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. മനുഷ്യന്റെ അഹങ്കാരം ശ്രമിച്ച് കർത്താവേ, ദൈവം ഇടപെടുന്ന ഒരു സ്വർഗം ചായ്ച്ചിറങ്ങി വരുന്ന ഒരു അനുഭവമായി തീരുവാൻ ഇടയാകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ അവിടുന്ന് കരുണ തോന്നണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി, സഭയുടെ നേതൃത്വത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാ തിരുമേനിമാർ, വൈദികർ, സുവിശേഷകർ, അൽമാ നേതാക്കർ, വിശ്വാസ സമൂഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓരോ കുടുംബങ്ങളെയും രോഗികളായിട്ട് കഴിയുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പലയിടങ്ങളിലൊക്കെ നമ്മുടെ സമീപത്തുള്ളവരൊക്കെ വലിയ പ്രയാസത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ദൈവമേ, നീ അവിടുന്ന് കരുണ തോന്നണമേ. മാനസികമായി തളർന്നു പോകാൻ ഒരിക്കലും ഇടയാകരുതേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നീ ശക്തീകരിക്കണമേ. ഓരോ ആത്മാവിനെ നീ തുടരണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും അഹങ്കരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് കർത്താവ് നീ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിന് അപ്പുറമായിട്ട് നീ ഞങ്ങൾക്ക് നൽകിയപ്പോൾ ഞങ്ങൾ മതിമറന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിനോട് ഒരുങ്ങുന്നവർ, സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് കർത്താവെ, രോഗബാധിത മൂലം വലിയ ബിസിനസ് തകർച്ചയൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, പല ഞരക്കങ്ങൾ, വിഷമങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സമാധാനം നീ നൽകണമേ. നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ, കൃപ അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പലവിധമായിട്ടുള്ള പ്രയാസങ്ങളാൽ കഴിയുന്നവരെ നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പേരായിട്ട് ദൈവം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളായിട്ട് ഭാരപ്പെടുന്നവരെയൊക്കെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന ആരോഗ്യ പ്രവർത്തകർ, ഹോസ്പിറ്റലൊക്കെ ആയിരിക്കുന്നവർ, അവരെല്ലാവരും വലിയ ഭീഷണിയിലൊക്കെ ആയിരിക്കുമ്പോൾ നീ അവിടെ സൗഖ്യം നൽകണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ കൃപയാൽ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ആരാധനയെ സംബന്ധിക്കുന്ന ഓരോ മക്കളെയും, പല മാധ്യമങ്ങളിലൂടെ ആരാധനയിൽ സംബന്ധിക്കുന്നവരെയും ദൈവമേ, നീ അവിടുന്ന് ആത്മാവിനാൽ നിറയ്ക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനം നമുക്ക് വിളമ്പി തന്നതായ പ്രിയ സാംജേസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ കരുതലും കരുണയോടുന്ന് കൂടെ ഉണ്ടായിരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. CSI സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരുമിച്ചുള്ള ആരാധന ശുശ്രൂഷകളൊക്കെ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയുടെ, സമൂഹത്തിൻ്റെ, നമ്മുടെ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആരംഭമില്ലാത്തവനും അനാദിയായ പുത്രന്റെ ജനകനുമായ പിതാവേ, നിന്റെ കൃപയാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെയും വെടിപ്പുകളെയും മുഖങ്ങളെയും കൊണ്ട് നിന്റെ ഏകജാതനായ പുത്രൻ വരെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയെ തകർന്ന ഹൃദയത്തോട് ഇതിനു മുൻപാകെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും
സൃഷ്ടിയല്ലാത്തതും സ്വയംഭുവായതും ആദ്യന്തമില്ലാത്തതും വന്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകത്വമുള്ളതുമായ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എന്റെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മാതൃത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. കർത്താവേ, ഈ വിശുദ്ധകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹായും പരിശുദ്ധനാകുന്നു. ആമേൻ. ബാരക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിമുതൽ എന്നേക്കും ഒന്ന് തന്നെയാകുന്നു. ആമേൻ. തന്റെ കരുണയാൽ ലോകത്തിൽ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടായതും ഉണ്ടാകുന്നതുമായ സ്ഥലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവർത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിമുള്ള റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. കർത്താവേ, കാനിഞ്ഞിടണമേ നിൻ കരുണയുടെ ബഹുത്വത്താൽ. നല്ലവനേ, പ്രാർത്ഥന കേൾക്കൂ. യാചനകൾ നൽകിയിടണമേ. സോമൻ കാലോസ് കുറിയേലായിസു. ശുഭഹോലാ ബോലാ ബറോവൽ റൂഹോ കാദിശോ. നനകൂലം വാദാമിനകൂലം വൽമീനാമി. ദൈവാ കുഞ്ഞാടേ ദാവീദ് സോനോവേ. മാറിയാം തൻ മകനെ പ്രാർത്ഥന കേൾക്കണമേ. കുറിയേലായിസോ, കുറിയേലായിസോ, കുറിയേലായിസോ. എൻ്റെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. മനുഷ്യന്റെ ദിവസങ്ങൾ പുലപോലെയാകുന്നു. വയലിലെ പുഷ്പം പോലെ അവൻ മുളയ്ക്കുന്നു. ബാരക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദിമുതൽ എന്നേക്കും തന്നെ. ആമേൻ. നിൻ കൽപ്പന
ശബ്ദമെടുത്ത് സ്തുതി പാടുവാൻ മണ്ണിൽ നീ ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം വന്ദ്യനും സ്തുത്യനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരേക്കും നിനക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ഞങ്ങളുടെ നിന്നേക്കുമുള്ള പരിഹാരത്തിനുമായി വരുവാനിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാത്ത നിന്റെ വലുതരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവം എന്നേക്കും തിരുസന മുഖപ്രസാദനുമാ ഗാഗുൽത്താടെ ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ കർത്താവേ, ശിമശിയാഴ്ചങ്ങളെ കൈക്കൊള്ളുന്ന ആരാധനക്കാട് ഈ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ ശിമശിയാടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലുവേ കൈക്കൊള്ളുന്നവരുടെ മേലുവേൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും ദൈവത്തിന്റെ ആർദ്രകരണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമല്ലി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനുമായി ഗാഗുൽത്താടെ ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ കർത്താവേ യേശുമിശിഹായുടെ തിരുശരക്തങ്ങൾ ആത്മാവിന്റെയും ശരീരത്തിന്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവായ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നതിന്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ കൈക്കൊള്ളുക. ആമേൻ. നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശുഭഹോലകുമോ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായ, ഞങ്ങൾ ഭക്ഷിച്ചതായ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ആർക്ക് കുറ്റത്തിന് ശിക്ഷാവിധിക്കുമായി ഭവിക്കരുതേ, എന്നാലോ ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം നീ ചൊരിയണമേ. ഭൂലോകം മുഴുവനും നിന്നെ മുട്ടുകുത്തി വന്ദിക്കും. സകലനാമത്തിന് നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവനും അവിടെ പ്രത്യാശിനിയാകൊണ്ട് ഞങ്ങളോട് നിർമ്മിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരുസഭയെ നീ സ്ഥിരമാം പാറമേ ഉറപ്പിക്കണമേ. ഭരണക്കാരെ നിൻഭുജത്താൽ നീ കാത്തിടണമേ. പട്ടക്കാരെയും ശംശാന്മാരെയും അലങ്കരിക്കണമേ. കാരോരെയും ഗായകരെയും ശോഭിപ്പിക്കാം. കർത്താവേ, തിരുസന്നിധിയിൽ ശുശ്രൂഷ ചെയ്ത നിന്റെ ദാസന്റെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ ഇടയുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴ്വുകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യതകളാക്കി
നിന്റെ സമാധാനത്തോട് ഞങ്ങളെ അയക്കണം. സഹോദരൻ പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിനാൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും അനുഗ്രഹങ്ങളോടും കൂടി വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ വരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലേ പാർക്കാം. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ മാമോദീസയാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നതിനുമായുള്ള ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും ഭാവിയുമായ അടിയറിഞ്ഞ നിങ്ങളെ പ്രാർത്ഥനയാൽ കരുണയെ സഹായം ലഭിപ്പാൻ നിങ്ങൾ ആനന്ദിച്ച് സന്തോഷിച്ച് സമാധാനത്താലേ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. ക്രിസ്തേശുനിൻ കുരിശാലും മാധ്യസ്ഥ